ഇന്നത്തെ പഞ്ചാബ് മുംബൈ മാച്ച് കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ആരൊക്കെ പ്ലേ ഓഫിൽ എത്തുമെന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ 10 ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ വിജയത്തോടെ മുംബൈ ടീം 7ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുംബൈക്ക് ഇപ്പോൾ 6 പോയിന്റ് ഉണ്ട്. അവർക്കിനി ബാക്കിയുള്ളത് 7 മാച്ചാണ്. നിലവിലിപ്പോൾ പകുതി മത്സരങ്ങൾ മുംബൈ കളിച്ചു കഴിഞ്ഞു. ഒരു ടീമിന് പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. അതായത് ഇനി മുംബൈക്ക് 5 മാച്ച് കൂടി ജയിച്ചാൽ പ്ലേ ഓഫിലെത്താം. പഞ്ചാബും RCBയും ഇനി കയറാൻ സാധ്യതയില്ല. ഒരുപാട് മത്സരങ്ങളെ അവർ തോറ്റിട്ടുണ്ട്. നിലവിലിപ്പോൾ ഗുജറാത്തും മുംബൈയും ഒരുപോലെയാണ്. 2 ടീമിനും 6 പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡൽഹിക്കും ലക്നൌവിനും 6 പോയിന്റ് ഉണ്ട്. അവർക്കും ഇനി ഒരുപാട് മാച്ച് ബാക്കിയുണ്ട്. നിലവിലിപ്പോൾ 99% പുറത്തായ ടീം RCB ആണ്. അവർക്ക് ഇനിയുള്ള എല്ലാ മാച്ചിലും ജയിക്കണം. എന്നാൽ മാത്രമേ പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. നിലവിലിപ്പോൾ പ്ലേ ഓഫ് ചിത്രം വ്യക്തമാണ്. ആദ്യമായിട്ട് പ്ലേ ഓഫിലെത്താൻ പോകുന്ന ടീം രാജസ്ഥാനായിരിക്കും. കാരണം അവർക്ക് ഇപ്പോൾ തന്നെ 12 പോയിന്റ് ഉണ്ട്. 7 മാച്ചിലെ 6 എണ്ണത്തിലും രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവർക്ക് പേടിക്കാൻ ഒന്നും തന്നെയില്ല. ജസ്റ്റ് 4 പോയിന്റ് മാത്രമേ രാജസ്ഥാന് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള 7 മാച്ചിലെ 2 എണ്ണത്തിൽ ജയിച്ചാൽ രാജസ്ഥാന് പ്ലേ ഓഫിലെത്താം. കൊൽക്കത്ത, CSK, SRH ഇവർക്ക് 8 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ഇവർ തന്നെ പ്ലേ ഓഫിലെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്ലേ ഓഫ് ചിത്രം വ്യക്തമായിരിക്കുകയാണ്. രാജസ്ഥാൻ, കൊൽക്കത്ത, CSK, SRH. ഇനിയിപ്പോൾ ചാൻസ് കാണുന്നത് മുംബൈക്കും ലക്നൌവിനുമാണ്. ലക്നൗ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ടീമിന് മാത്രമേ കൂടുതൽ അവസരമുള്ളൂ. അത് മുംബൈക്കാണ്. അവരുടെ ഇപ്പോഴത്തെ കളി കണ്ടാൽ അവർ പ്ലേ ഓഫിലെത്താനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.